ഹായ് പ്രിയപ്പെട്ടവരെ, അസീം വെളിയങ്കോടാണ്. കലയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കലാകാരൻ തൃശ്ശൂർ ജില്ലയിൽ ചേലക്കരക്കടുത്ത് തോണൂർക്കരയിലുള്ള നിശാന്ത് ഷാ എന്നൊരു കലാകാരനെയാണ്. അദ്ദേഹം ഒരു കാർട്ടൂണിസ്റ്റാണ്, ഒരു ഗായകനുമാണ്. ഇത് നമുക്ക് ചുറ്റുമുള്ള കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണ്. ഇത് നമ്മുടെ പ്രോഗ്രാമാണ്. ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഈ പ്രോഗ്രാമിൻ്റെ വിജയം നിങ്ങളുടെ വിരൽത്തുമ്പിലാണ്. നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റും ഷെയറും അതിലൂടെയാണ് ഈ പ്രോഗ്രാമിൻ്റെ വിജയം. ആ കലാകാരൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. നമസ്കാരം. അസീം വെളിയങ്കോടാണ്. കലായാത്ര എന്നുള്ള പ്രോഗ്രാമുണ്ട്. ഞാൻ കണ്ടായിരുന്നു. നമുക്ക് അവിടെ രഞ്ജിന്റെ പരിപാടിയൊക്കെ രഞ്ജിത്ത് മാഷേട്ടൻ, കുറ്റിപ്പുറം മാഷേട്ടൻ, അവരൊക്കെ പരിപാടി ഞാൻ കാണാറുണ്ട്. പ്രഭാതിന്റെ ഉണ്ടായിരുന്നു. അതെ അതെ. വരക്കൂന്ന് പറഞ്ഞല്ലോ. ഈ പാട്ടും വരയും കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റുമോ? രണ്ടും ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള ഒരു ഷോ ചെയ്തായിരുന്നു. അതെ, കുറച്ചു കാലമായിട്ട് അങ്ങനത്തെ ഒരു പ്രോഗ്രാം മറ്റേ കലാപരഞ്ജിത്തിന്റെ പരിപാടിയിൽ നമ്മൾ ചെയ്തായിരുന്നു. കോമഡി ഉത്സവത്തിലുണ്ടായിരുന്നു. അത് മറ്റേ ഗിന്നസ് റെക്കോർഡ്, വേൾഡ് ഗിന്നസ് റെക്കോർഡ് അന്ന് അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. അതല്ലേ. പക്ഷേ അതിന് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നും വാങ്ങിച്ചില്ല. അത് ചില ഇതിൻ്റെ പുറത്ത് വാങ്ങിക്കാൻ പറ്റിയില്ല. അതുണ്ടായത്. പിന്നെ രണ്ടാമത് പിന്നെ അന്വേഷിച്ച് പോണ സമയത്ത് അത് ചെറിയ ഇഷ്യൂകൾ വന്നു. അത് പിന്നെ വൈകി. പിന്നെ അവർ എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ അത് പിന്നെ വേണ്ടാന്ന് വെച്ചു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഇപ്പോൾ? ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം. എവിടെ? തൃശ്ശൂർ തന്നെ. ശരി, ഓക്കെ. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ? ആയിക്കോട്ടെ. നിശാന്ത് ഭായി ലൈവായിട്ട് വരക്കുമല്ലോ? ലൈവ് ചെയ്യുന്നുണ്ട്. എന്നൊന്ന് വരക്കാൻ പറ്റും? പിന്നെ തീർച്ചയായിട്ടും. ഞാനിപ്പോൾ ചെയ്യണത് കാർട്ടൂണാണ് ചെയ്യണത് കൂടുതലും. വലിയ കാരിക്കേച്ചറായിട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. ചെയ്യാന്നല്ല, കുറച്ച് ചെയ്യുന്നുണ്ട്. ഒരു പ്രോഗ്രാമൊക്കെ നമ്മുടെ ലൈവ് പ്രോഗ്രാമൊക്കെ ചെയ്യാറുണ്ട്. ലൈവ് വരയ്ക്കാൻ, ഇവൻറ്റുകൾക്കൊക്കെ വരയ്ക്കാൻ പോകാറുണ്ട്. പിന്നെ ഒരു ബുക്കിന് വേണ്ടിയിട്ട് ഒരു കവർ ചിത്രം വരയ്ക്കൊക്കെ ഉണ്ടായി. അപ്പോൾ ലൈവ് ഇപ്പോൾ കൂടുതൽ വരയ്ക്കാൻ, കാരിക്കേച്ചർ ചെയ്യാണ് ഇപ്പോൾ ഒരു ആ ഒരു ഇൻട്രസ്റ്റിലേക്കാണ് നിൽക്കണേ. അതല്ലേ. ചെയ്യാം, കുഴപ്പമില്ല. നമുക്ക് ചെയ്യാം. അടിപൊളി.
ഇത് 2 വരി പാട്ട് പ്രേക്ഷകർക്ക് മറ്റൊരു പഴയ പാട്ടത്തിൻ്റെ പാടം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണത്. ഒരു പഴയൊരു തമിഴ് പാട്ട്. ഇവിടെ കേളടി കൺമണി പാടതൽ സംഗതി നീതൽ കേൾപ്പത നെഞ്ചിലോ നിമ്മതി நாள் முழுதும் பார்வை நான் எழுதும் ஓர் கதையே உனக்கு நாள் போல கேளடி கண்மணி பாடதல் சங்கதி நீதல் கேൾப்பத നെഞ്ചിലോ നിമ്മതി. അടിപൊളി. ഒരു നന്ദി പറയാനുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അധ്യാപകൻ തന്നെ ഷോർട്ട് ഫിലിമില്ല മറ്റേ ചിത്രം വരച്ചല്ലോ മലയുടെ ഒക്കെ, അത് നിങ്ങളാണ് വരച്ചത്. നേരിട്ട് കാണാൻ നന്ദി. മഹേഷേട്ടൻ അത് ആള് പറഞ്ഞ പിന്നെ നമുക്ക് തട്ടാൻ പറ്റുന്നൊരു കാര്യമല്ല അത്. ആള് പറഞ്ഞു കുഞ്ഞാ അങ്ങനെ ഒരു പരിപാടി നമുക്ക് അത്യാവശ്യം ഒരു സംഭവം അത് ഇജിപ്പോൾ പെട്ടെന്ന് അങ്ങനെ തന്നെ പറഞ്ഞു ഇജിപ്പോൾ പെട്ടെന്ന് ചെയ്യണം, അങ്ങനെ മാത്രമേ ഉള്ളൂ. ഇജി അതൊന്നും അത്യാവശ്യം ചെയ്തായിരുന്നു പറഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്തെന്നുള്ള ചോദ്യമില്ല. ഒരു വൈകുന്നേരം എന്നെ വിളിക്കണേ. അപ്പം ഞാൻ അത്യാവശ്യം കൊണ്ടല്ലേ നമ്മളതിനെ വിളിക്കണത്. അപ്പം ഒന്ന് ശരി, അതങ്ങനെ അത് എത്രത്തോളം നന്നാവുമെന്ന് അത് എങ്ങനെയാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എന്താ സംഭവം എന്ന് പറഞ്ഞൂടാ. താങ്ക്സ് കൂടി അറിയിക്കണേ. സത്യം പറഞ്ഞാലേ 2 ആഴ്ച നമ്മളെ 2 സുഹൃത്തുക്കളോട് പറഞ്ഞു. അവർ 1 മാസം മുന്നേ ഷൂട്ട് ചെയ്യുന്ന സാധനമാണ് ഇത് അതിൻ്റെ പ്രധാന ഭാഗമാണ് വര. അപ്പോൾ അതിൻ്റെ പേരിൽ അത് അവർ വരച്ചെന്നില്ല. പിന്നീട് ഞാൻ മനുഷ്യനോട് പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അതിനെന്താ 1 മിനിറ്റ് എന്ന് പറഞ്ഞു. ഒരു അരമണിക്കൂർ അതിന് വാട്സപ്പിൽ പിക്ചർ വരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി എന്താണ് നിങ്ങളെ ക്വാളിറ്റി എന്നുള്ള അന്ന് ഞാൻ മനസ്സിലാക്കി. അന്ന് ഞാൻ പറഞ്ഞു എന്തായാലും നിശാന്ത് ഭായിനെ കാണണം, നമ്മളെ ഈ കലയാത്രയിൽ പരിചയപ്പെടുത്താൻ പറഞ്ഞിട്ടുള്ളതാണ്. സന്തോഷം.